നിങ്ങളുടെ സ്കിന്ന് ഡള്ളാണോ? എന്തൊക്കെ ചെയ്തിട്ടാ ഡൾനെസ് മാറുന്നില്ലേ? ഇത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ കൊണ്ടും അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ കൊണ്ടും ചിലപ്പോൾ ആന്റിജൻ പ്രോബ്ലംസ് കൊണ്ടും വരാം. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഓട്സ് നൈറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്, പിന്നെ 100% നാച്ചുറൽ ആണ്. ഇത് നമ്മൾ ഓട്സ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രാജുവലി ബ്രൈറ്റ് ആക്കി കൊണ്ടുവരികയും ചെയ്യും. ഇതിലെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആന്റിജൻ പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ നൈറ്റ് ക്രീം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ വാ നമുക്കിതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് 1 വീക്ക് ക്വാണ്ടിറ്റി ആണ്, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യണം. ഇതിലോട്ട് കുറച്ച് വെള്ളം, ഈ കാണുന്ന പോലെ ഏകദേശം ഒരു വെള്ളം കുറച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു ഇച്ചിരി കട്ടിക്കാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു കോട്ടൺ തുണിയിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നാലാണ് കറക്റ്റ് ആ ഒരു ക്രീം നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ക്രീം കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ എക്സാക്ട് ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അലോവേര ജെൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും കൂടി ചേർക്കാൻ നമ്മൾ മറക്കരുത്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കോഫിയുടെ ഗ്രാനുൾസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് നൈറ്റ് ക്രീം റെഡിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.